ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഔഷധങ്ങളിൽ ഒരുപാട് ഗുണങ്ങളുള്ള ഒരൈറ്റാണ് നമ്മുടെ ഈ ഒരു തുളസി. എല്ലാ ആയുർവേദ കടകളിലും അതേപോലെ തന്നെ നമ്മുടെ വീട്ടുമുറ്റത്തും ഒരുപാട് സുലഭമായി കിട്ടുന്ന ഒരൈറ്റം കൂടെയാണ് തുളസി എന്ന് പറയുന്നത്. ഒട്ടുമിക്ക ആയുർവേദ സംഭവങ്ങളിലും ചേർത്തെടുക്കുന്ന ഒരൈറ്റം കൂടെ. അപ്പോൾ ഈ ഒരു തുളസി വെച്ചിട്ടാണ് നമ്മളിന്നിവിടെ നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു സോപ്പ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. കുഞ്ഞു മക്കൾക്ക് പോലും ഒരുപാട് ഗുണം ചെയ്യുന്ന നല്ലൊരു ഐറ്റം. നമ്മുടെ സ്കിന്നിലുണ്ടാവുന്ന ബുദ്ധിമുട്ടുകളും അതേപോലെ തന്നെ നമ്മുടെ സ്കാൽപ്പിലുണ്ടാവുന്ന പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരമാണ് നമ്മുടെ ഈ ഒരു തുളസി വെച്ചിട്ടുള്ളൊരു സോപ്പ്. അപ്പോൾ ഇനി നമുക്കിത് കടയിൽ പോയി വാങ്ങിക്കാതെ വീട്ടിൽ തന്നെ ഒരു പ്രിസർവേറ്റീവ്സും ഇല്ലാതെ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ മക്കൾക്കും നല്ല ധൈര്യത്തോടു കൂടി ചെയ്തു കൊടുക്കാനും അതേപോലെ തന്നെ ഉപയോഗിക്കാനും പറ്റുന്ന നല്ലൊരു സോപ്പാണ് നമ്മളിന്നിവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി എല്ലാവർക്കും വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള രീതിയിലാണ് നമ്മളിന്നിവിടെ ഈ ഒരു സോപ്പ് റെഡിയാക്കി എടുക്കുന്നത്, വെറും 2 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട്. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാം. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഐറ്റം റെഡിയാക്കാമെന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി നാച്ചുറൽ ആയിട്ടുള്ളൊരു സോപ്പിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഒട്ടുമിക്ക പേർക്കും അറിയായിരിക്കാം സോപ്പ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്കിത് സ്കിന്നിലുണ്ടാവുന്ന പല ബുദ്ധിമുട്ടുകൾക്കൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു സോപ്പാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. ഒരു പ്രിസർവേറ്റീവ്സും ചേർക്കാതെ തുളസി വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഐറ്റം റെഡിയാക്കി എടുക്കുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് ആര്യവേപ്പ് ഉണ്ടെങ്കിൽ ആര്യവേപ്പിൻ്റെ ഇല എടുത്തിട്ടാണെങ്കിൽ നമുക്ക് സോപ്പ് റെഡിയാക്കി എടുക്കാം കേട്ടോ. നമ്മുടെ കുഞ്ഞു മക്കൾക്കൊക്കെ അവരുടെ സ്കിന്നിലൊക്കെ ഉണ്ടാകുന്ന ചൊറിച്ചിൽ അതേപോലെ തന്നെ പിമ്പിൾസ് അങ്ങനെയുള്ള അസുഖങ്ങൾക്കൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സോപ്പാണ് നമ്മളിവിടെ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് കൃഷ്ണ തുളസി കേട്ടോ. നമ്മളെ വീട്ടിലുണ്ടായി എടുത്തിട്ടുള്ള തുളസി തന്നെ എടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരു അലോവേരയുടെ ചെറിയൊരു പീസ് എടുത്തിട്ടുണ്ട്. നമ്മൾ സോപ്പ് റെഡിയാക്കി എടുക്കുമ്പോൾ നമുക്കിതിൽ എക്സ്ട്രാ സ്മെല്ലൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. തുളസിയുടെ ആ ഒരു സ്മെല്ല് തന്നെ നമുക്ക് നല്ല പോലെ കിട്ടും. അഥവാ നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിതിലേക്ക് റോസ് വാട്ടർ 1-2 ഡ്രോപ്പ് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് ഈ ഞാൻ കഴുകി വെച്ചിട്ടുള്ള ഈ ഒരു തുളസിയുടെ ഇല ഒന്ന് മാറ്റിയെടുക്കണം. ഈ തണ്ടിൽ നിന്ന് നമുക്കൊന്ന് മാറ്റിയെടുത്ത് മിക്സിയുടെ ജാറിലൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ തുളസിയില നല്ല പോലെ ഒന്ന് പിച്ചി മാറ്റി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ഈ ഒരു കറ്റാർ വാഴ ഒന്ന് അരിഞ്ഞ് ഇട്ട് കൊടുക്കാം. അതല്ല നിങ്ങൾക്കിതിൻ്റെ ആ ഒരു ജെല്ല് മാത്രം മാറ്റി എടുക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒരു 2 ടേബിൾ സ്പൂണ് വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്കിതൊന്ന് അടിച്ചു കൊണ്ടുവരാം. നമ്മൾ തുളസി എടുക്കുമ്പോൾ ഒന്ന് നല്ല പോലെ ഒന്ന് കഴുകി എടുക്കാം കേട്ടോ. അതിലുണ്ടാകുന്ന പൊടികളും കച്ചറകളൊക്കെ ഒന്ന് ഒഴിവാക്കി എടുക്കാം. നല്ല പോലെ ഒന്ന് ശ്രദ്ധിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് വെള്ളം ഒഴിച്ചെടുക്കാം. നല്ല പോലെ ഇതിൻ്റെ ഒരു നീര് നമുക്ക് പുറത്ത് വരണം. ഒന്ന് പേസ്റ്റാക്കി കൊണ്ടുവരാം. അപ്പോൾ ഇതാ നമ്മൾ നല്ല പോലെ പേസ്റ്റാക്കി തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിൽ ചേർത്തെടുക്കുന്ന വെള്ളം വളരെയധികം നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഒത്തിരി വെള്ളം നമുക്ക് കൂടി പോകാനും പാടില്ല. ഇനി നമുക്കിതൊരു അരിപ്പയിലേക്ക് മാറ്റിയിട്ടൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ അരിച്ച് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് സോപ്പ് ബേസാണ്. ഇപ്പം നിങ്ങൾക്ക് 500 ഗ്രാം വരെ സോപ്പ് ബേസ് എടുക്കാം കേട്ടോ. നമുക്കിതൊന്ന് ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് നുറുക്കിയെടുക്കാം. സോപ്പ് ബേസ് വാങ്ങിക്കുന്ന സമയത്ത് നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ നമുക്കിതിൻ്റെ ഒരു സ്മെല്ലും കൂടെ കിട്ടും കേട്ടോ. ഇപ്പം നിങ്ങൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിൽ തന്നെ
വാങ്ങിച്ചെടുക്കാനായിട്ട് പറ്റും. അതല്ല നിങ്ങൾക്ക് ഷോപ്പിലാണ് വാങ്ങിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ അവരോട് ചോദിച്ചു കഴിഞ്ഞാലും നമുക്ക് ആ ഒരു സ്മെല്ല് അതിൻ്റെ കൂടെ കിട്ടും. നിങ്ങൾക്ക് സ്മെല്ല് ചേർക്കണം എന്നുണ്ടെങ്കിൽ ഏകദേശം അതിൻ്റെ ഒരു പ്രൈസ് വരുന്നത് ഒരു 40 രൂപ അങ്ങനെ എന്തൊക്കെയാണ് വരുന്നത്. ഇനി ഇതേപോലെ ഒട്ടും വെള്ളമില്ലാത്തൊരു പാത്രത്തിലേക്ക് നമുക്ക് ഈ ഒരു സോപ്പിൻ്റെ ബേസ് ഒന്ന് മാറ്റി കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഗ്യാസ് സ്റ്റോപ്പിൽ കുറച്ച് വെള്ളം തിളക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മീതേക്ക് നമുക്കിതൊന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതാ വെള്ളം നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ അങ്ങ് വെച്ച് കൊടുക്കാം. പെട്ടെന്ന് തന്നെ മെൽറ്റായി വന്നോളൂ. നമ്മളിതിലേക്ക് വെള്ളമൊന്നും ചേർത്തെടുക്കരുത്. ഇതിൻ്റെ ആ ഒരു ചൂടിൽ തന്നെ ഇത് മെൽറ്റായി വരും. ഇതേപോലെയൊക്കെ നമ്മൾ സോപ്പ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മുടെ ചെറിയ മക്കളുടെ ആ ഒരു സ്കിന്നിലുണ്ടാകുന്ന ചൊറിച്ചിലോ അതേപോലെ തന്നെ പിമ്പിൾസ്, ഹെയറിലുണ്ടാകുന്ന ചൊറിച്ചിൽ, അങ്ങനെയൊക്കെ നമുക്ക് ഈ ഒരു നാച്ചുറലായിട്ടുള്ള സോപ്പ് നമുക്ക് ഉപയോഗിച്ചെടുക്കാനായിട്ട് പറ്റും. അതേപോലെ തന്നെ നമ്മുടെ ചിലരുടെ സ്കിന്നിനൊക്കെ നല്ലൊരു ഡ്രൈ ആയിരിക്കും. അതൊക്കെ നല്ല പോലെ അങ്ങ് സ്മൂത്തായി കിട്ടിക്കോളും. അപ്പോൾ ഇതാ നല്ല പോലെ ഒന്ന് മെൽറ്റായി വരുന്നുണ്ട്. നമ്മൾ ഒരുപാട് തവണ നമ്മൾ കയ്യിൽ വെച്ച് അല്ലെങ്കിൽ ഒരു തവി വെച്ച് നമ്മളിത് ഇളക്കി എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അങ്ങനെ ചെയ്തെടുക്കുമ്പോൾ ഇതിൽ നല്ല പോലെ പത വരും. അതൊന്നും ശ്രദ്ധിച്ചെടുത്താൽ മതിയാവും. പെട്ടെന്ന് തന്നെ അങ്ങ് മെൽറ്റായി കിട്ടിക്കോളും. ഈ ഒരു പത വരുമ്പോൾ നമ്മൾ ഇവിടെ സോപ്പിൻ്റെ മോൾഡിലേക്ക് ഒഴിച്ചെടുക്കുമ്പോൾ നമ്മളിതേപോലെ ഇങ്ങനെ മാറ്റിയെടുക്കേണ്ട വരും. കണ്ടില്ല? അപ്പോൾ ഇതാ സോപ്പിൻ്റെ ആ ഒരു ബേസ് നല്ല ഇവിടെ അലിഞ്ഞു വന്നിട്ടുണ്ട്. ഒന്നും കൂടെ ഒന്ന് മെൽറ്റായി വരാം. അപ്പോൾ ഇതാ നമ്മുടെ സോപ്പിൻ്റെ ബേസൊക്കെ നല്ല പോലെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് നമ്മൾ ഈ അടിച്ച് മാറ്റിയെടുത്ത നമ്മുടെ ഈ ഒരു തുളസിയുടെ നീരില്ലേ, അതങ്ങ് ഒഴിച്ചു കൊടുക്കുക. ഇത്രയും മതി. ചെറുതായി ഒന്ന് ചൂട് മാത്രം കയറിയാൽ മതിയാവും. കണ്ടില്ലേ? നല്ല നാച്ചുറലായിട്ടുള്ള നല്ല ഡാർക്ക് പച്ച കളറിലാണ് നമുക്ക് ഈ ഒരു സോപ്പ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്കിത് കുറച്ച് തണുക്കാനായിട്ട് മാറ്റി വെക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിത് മോൾഡിലേക്കൊന്ന് മാറ്റിയെടുക്കാം. അതിന് മുന്നേ നമുക്ക് ഈ ഒരു പത ഇതിൽ നിന്നൊന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ ഇനി ഇതാ നമ്മൾ സോപ്പിൻ്റെ മോൾഡ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരല്പം എണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതാ നമ്മുടെ ഈ ഒരു സോപ്പിൻ്റെ ഈ ഒരു മിക്സ് നമുക്കിതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഞാനിത് മുഴുവനായിട്ട് നമ്മൾ ഈ ഒരു മോൾഡിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതല്ല നിങ്ങൾക്ക് നമ്മുടെ ഇതേപോലത്തെ മോൾഡ് കയ്യിലില്ലാത്തവർ ഐസ്ക്രീമിൻ്റെ മോൾഡുകളുണ്ടാവില്ലേ, അതിലായാലും നമുക്കിത് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ മോൾഡിലേക്ക് ഒഴിച്ചെടുത്തപ്പോൾ ഇതിൻ്റെ മീതെ നല്ല പോലെ പത വന്നിട്ടുണ്ട്. ഈ പത നമ്മുടെ സോപ്പ് സെറ്റായി വരുമ്പോൾ കാണാൻ ഒത്തിരി ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു പത ഇതിൽ നിന്നൊന്ന് മാറ്റിയെടുക്കാം. പിന്നെ ഇതൊരു അരമണിക്കൂറോളം നമ്മൾ എന്ത് ചെയ്യാം, ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. നല്ല പോലെ നമ്മുടെ സോപ്പ് ഒന്ന് ഉറച്ചു വരണം. ഇതേപോലെ ഒരു സ്പൂൺ വെച്ചൊന്ന് മാറ്റി കൊടുത്താൽ മതിയാവും. ഇതേപോലെ നല്ല ക്ലിയർ ആയിട്ടുള്ള സോപ്പ് നമുക്ക് കിട്ടും. അപ്പോൾ ഇതാ നമ്മളെല്ലാ സോപ്പിൽ നിന്നും മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു അരമണിക്കൂർ നമ്മളിതൊന്ന് തൊടാതെ എനക്കാതെ നമുക്കിത് വെച്ചെടുക്കാം. അപ്പോഴാണ് നമ്മുടെ സോപ്പ് നല്ല പോലെ ഒന്ന് റെഡിയായി വരുള്ളൂ. അപ്പോൾ ഇതാ നമ്മുടെ തുളസി വെച്ചിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള സോപ്പ് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്.
അപ്പോൾ ഒട്ടുമിക്ക ആൾക്കാർക്കൊരു പ്രശ്നമാണ് സോപ്പ് റെഡിയാക്കി എടുത്താൽ ഇതേപോലെ ഉറച്ചു വരാറില്ല എന്നുള്ളത്. അപ്പോൾ നമ്മളെടുക്കുന്ന സോപ്പ് ബേസിനെ കറക്റ്റായിട്ടുള്ളൊരു മെഷർമെൻറ്റ് നമ്മൾ എടുക്കണം. അപ്പോൾ അതിലേക്ക് നമ്മൾ എടുക്കുന്ന തുളസിയുടെ നീരായാലും അതേപോലെ തന്നെ ആര്യവേപ്പിൻ്റെ നീരായാലും നമ്മളൊരു 1/4 കപ്പിൽ മീതക്ക് നമ്മൾ എടുക്കാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ സോപ്പ് നമുക്ക് ഉറച്ച് കിട്ടാത്തത്. അപ്പോൾ ആ ഒരു മെഷർമെൻറ്റ് നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഇതേപോലുള്ള അടിപൊളിയായിട്ടുള്ള സോപ്പ് നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. അതേപോലെ തന്നെ എല്ലാവരുടെ കയ്യിലുള്ളതാണ് നമുക്ക് തുളസി. ഈ ഒരു തുളസി വെച്ചിട്ട് നമ്മുടെ കുഞ്ഞു മക്കളുടെ സ്കിന്നിലുണ്ടാകുന്ന പ്രശ്നങ്ങളും അതേപോലെ സ്കാൽപ്പിലുണ്ടാകുന്ന പ്രശ്നങ്ങൾക്കൊക്കെ ഒരു ഉത്തമ പരിഹാരമാണ് ഈ ഒരു തുളസി വെച്ചിട്ടുള്ള സോപ്പ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്കും കൂടെ അറിയിക്കുക. വീട്ടിൽ തന്നെ നമുക്കിത് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാനും പറ്റും. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെ മറ്റൊരു വീഡിയോ കാണുന്നവരെ അസ്സലാമു അലൈക്കും.